നമസ്കാരം. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം വിമർശനങ്ങളുടെ പടുകുഴിയിലാണുള്ളത്. ഗൗതം ഗംഭീർ മുഖ്യ പരിശീലകനായി എത്തിയ ശേഷമാണ് ടീം ഇന്ത്യക്ക് നിലവിലെ ഗതികേട് വന്നത് എന്നതും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗൗതം ഗംഭീറിന്റെ മുഖ്യ പരിശീലനത്തിന് കീഴിൽ ശ്രീലങ്കയിൽ പര്യടനം നടത്തിയപ്പോൾ ഏകദിന ക്രിക്കറ്റ് പരമ്പര നഷ്ടപ്പെട്ടു. സച്ചിൻ ടെണ്ടുൽക്കർ ക്യാപ്റ്റനായിരിക്കെ ആയിരുന്നു ലങ്കയിൽ ഇന്ത്യ അവസാനമായി ഏകദിന ക്രിക്കറ്റ് പരമ്പര നഷ്ടപ്പെടുത്തിയത്. പിന്നീട് ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ 3-0 ദയനീയമായി പരാജയപ്പെട്ടു. ഇതോടെ ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ എന്ന ഇന്ത്യൻ സ്വപ്നം തുലാസിലായി. നിലവിൽ ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര കളിക്കുകയാണ് രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ടീം. പേർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ 295 റൺസിന് ജയം സ്വന്തമാക്കുകയായിരുന്നു. എന്നാൽ ഡേ നൈറ്റ് അതായത് പിങ്ക് ബോൾ ടെസ്റ്റിൽ 10 വിക്കറ്റ് തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു. ബ്രിസ്ബെയിനിലെ ഗ്ലാബ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മൂന്നാം ടെസ്റ്റിലും ഇന്ത്യയുടെ ബാറ്റിംഗ് നിര തീരെ മോശമായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് സ്പെഷ്യലിസ്റ്റ് ബാറ്റിംഗ് കോച്ച് ഇല്ലാതെയാണ് ഗൗതം ഗംഭീറിന്റെ കീഴിൽ കളിക്കുന്നത്. രാഹുൽ ദ്രാവിഡിന്റെ മുഖ്യ പരിശീലക കാലത്ത് വിക്രം റാത്തോഡ് എന്ന സ്പെഷ്യലിസ്റ്റ് ബാറ്റിംഗ് കോച്ച് ഉണ്ടായിരുന്നു. ദ്രാവിഡിന്റെ കരാർ അവസാനിച്ചതിനൊപ്പം തന്നെ വിക്രം റാത്തോഡിന്റെയും കരാർ BCCI പുതുക്കിയില്ല. ഗൗതം ഗംഭീർ മുഖ്യ പരിശീലകനായപ്പോൾ 2 സഹപരിശീലകരെയാണ് കൂടെ കൂട്ടിയത്, അഭിഷേക് നായരും റയാൻ ടെൻ ദോഷത്തെയും. അപ്പോഴും സ്പെഷ്യലിസ്റ്റ് ബാറ്റിംഗ് കോച്ച് എന്ന പൊസിഷനിൽ ആരും തന്നെ ഉണ്ടായില്ല. ഇതെല്ലാം ടീമിന്റെ ഇപ്പോഴത്തെ ബാറ്റിംഗ് പ്രകടനത്തെ സാരമായി ബാധിക്കുന്നു എന്നതാണ് കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടത്. സ്പെഷ്യലിസ്റ്റ് ബാറ്റിംഗ് പരിശീലകൻ വേണ്ട എന്ന ഗംഭീറിന്റെ തീരുമാനം ഇന്ത്യക്ക് തിരിച്ചടിയായെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല, ഗംഭീറിന്റെ ശൈലി തന്നെ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിന് എതിരായിട്ടുള്ള രീതിയാണെന്നാണ് പറയപ്പെടുന്നത്. T20 ക്രിക്കറ്റിൽ ഗംഭീറിന്റെ ആ ഒരു രീതി അനുയോജ്യം തന്നെയാണ്. പക്ഷേ അതേ രീതിയിൽ ടെസ്റ്റ് കളിക്കാൻ പോയാൽ അത് ഇന്ത്യക്ക് തന്നെ വലിയ തിരിച്ചടിയാകും. കാരണം ഇന്ത്യയുടെ അവസാന 2 പരമ്പര എടുത്ത് നോക്കിയാൽ, അതായത് ന്യൂസിലൻഡിനെതിരെയും ഇപ്പോഴത്തെ ഓസ്ട്രേലിയയോടെയും നടക്കുന്ന പരമ്പരയിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര തകർന്നടിയുന്നതാണ് കാണുന്നത്. ഒരു മത്സരത്തിൽ പോലും വേണ്ടത്ര രീതിയിൽ ശോഭിക്കാനായിട്ടില്ല. അനാവശ്യ പന്തുകൾ ബാറ്റ് വെച്ച് പുറത്താവുന്നതാണ് പതിവായിരിക്കുന്നത്. ക്ഷമയോടെ ബാറ്റ് ഉറപ്പിക്കാൻ അല്ലെങ്കിൽ ക്ഷമയോടെ നിലയുറപ്പിക്കാൻ കഴിയുന്ന താരങ്ങളുടെ അഭാവമാണ് ഇന്ത്യൻ ടീമിനെ ഇപ്പോൾ സാരമായി ബാധിക്കുന്നത്. ഇവിടെയെല്ലാം ഗംഭീറിന്റെ ശൈലി തിരിച്ചടിയാണെന്നാണ് പറയപ്പെടുന്നത്. 2024 IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെന്ററായിരുന്നു ഗൗതം ഗംഭീർ. 2024 സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് IPL ചാമ്പ്യന്മാരായി. ഈ ബലത്തിലാണ് ഗൗതം ഗംഭീർ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കപ്പടിച്ചപ്പോൾ സ്പെഷ്യലിസ്റ്റ് ബാറ്റിംഗ് കോച്ച് ഇല്ലായിരുന്നു. സഹപരിശീലകനായി അഭിഷേക് നായർ ഉണ്ടായിരുന്നു. അതേ രീതിയാണ് ഗൗതം ഗംഭീർ ഇന്ത്യൻ ദേശീയ ടീമിലും പ്രയോഗിച്ചത്. IPL ടീമായ ലക്നൗ സൂപ്പർ ജയൻസിന്റെ മെന്റർ ആയിരുന്നപ്പോഴും ഗൗതം ഗംഭീർ സ്പെഷ്യലിസ്റ്റ് ബാറ്റിംഗ് കോച്ച് എന്ന രീതി കൊണ്ടുവന്നില്ല. അതും ശ്രദ്ധേയമായൊരു കാര്യമായിരുന്നു. IPL വിജയിച്ച ഈ ഒരു പരിപാടി ഇന്ത്യൻ ടീമിൽ ഇതുവരെ ഫലം കണ്ടില്ല എന്നതാണ് വാസ്തവം. മാത്രമല്ല, ടീം ഇന്ത്യയുടെ പ്രകടനം നാൾക്കുനാൾ താഴേക്കാണ് വരുന്നത്. ഇതിനിടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, സൂപ്പർ താരം വിരാട് കോഹ്ലി എന്നിവരുമായും ഗൗതം ഗംഭീർ അത്ര സുഖത്തിലല്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ബ്രിസ്ബെയിൻ ടെസ്റ്റിൽ മഴയുടെ ഇടവേള ഓഫ് സൈഡിന് പുറത്തുള്ള പന്ത് എങ്ങനെ ലീവ് ചെയ്യണമെന്ന് ഗംഭീർ മോക്കിംഗ് നടത്തുന്നുണ്ടായിരുന്നു. ഗൗതം ഗംഭീറിന്റെ ശിക്ഷണത്തിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ പ്രകടനം അത്ര മികച്ചതല്ല എന്നതിൽ തർക്കമില്ല. ഗംഭീർ മുഖ്യ പരിശീലകനായ ശേഷം ടെസ്റ്റിൽ ഇന്ത്യ 2 തവണ മാത്രമാണ് 400 റൺസ് കടന്നിട്ടുള്ളത്. അതും 2ഉം ഒന്നാം ഇന്നിംഗ്സിൽ ആയിരുന്നു. അതേസമയം 200-ൽ താഴെ 7 പ്രാവശ്യവും പുറത്തായിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഗ്രാഫ് താഴേക്ക് പോവുകയാണെന്ന കാര്യത്തിൽ തർക്കമില്ല.